വന്ന സാഹചര്യം ഭയങ്കര വലുതാ. ഇതിക്ക് എങ്ങനെ എത്തിപ്പെടാൻ കാരണം ഇവിടെ ഈ 60 കന്നുകൾ വരും. ആ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഞങ്ങളുടെ ഈ തൊഴുത്ത് എന്റെ ഈ ഇരിക്കുന്ന വീട്ടില് ഒരു പശു വന്നു നിന്നു. അങ്ങനെയാണ് ഞാൻ ഇത് തുടങ്ങാൻ കാര്യം. അത് എങ്ങനെ ഇവിടെ 60 പശുക്കളിൽ നിന്ന് അവിടുന്ന് കയറ് പൊട്ടിച്ച ഒരു പശു ഇവിടെ വന്നായിരുന്നു. നിങ്ങളെ വീടിന്റെ അടുത്തേക്ക് വന്നു? വീട്ടിൽ തന്നെ വന്നു. ഞാൻ അന്ന് ഈ ചെറിയ വീടാണ്, അതിനകത്ത് തറയിട്ട് നിർത്തിയിരുന്ന ആ തറയിലാണ് വന്ന് നിന്നത്. പിന്നെ ഞാൻ അതിന് വിലക്ക് വാങ്ങി. അതെന്റെ ഒരു സുഹൃത്താണ് എനിക്കത് വാങ്ങി തന്നത്. അപ്പൊ അതിന്റെ മുന്നേ എന്തായിരുന്നു? ഞാൻ പിന്നെ കോഴിക്കോടായിരുന്നു. കോഴിക്കോട് ഞാൻ കുക്കാണ്, പാചകം അറിയാം. നല്ല പാചകക്കാരനാണ്. അപ്പൊ ഹോസ്റ്റലിലാണ് ഞാൻ പാചകം ചെയ്തുകൊണ്ടിരുന്നത്. ഇതിക്ക് വരുന്നതിന് മുന്നേ ഹോട്ടലിലായിരുന്നു വർക്ക്? ഹോട്ടലല്ല, ഹോസ്റ്റലില് അവിടുത്തെ കുക്കായിരുന്നു. പിന്നെ ഇത് വന്നു, ഇപ്പൊ വന്ന് 15 കൊല്ലായി. 15 വർഷം കൊണ്ട് തന്നെയാണ് ഞാൻ 15 വർഷം ആയിട്ട് തന്നെയാണ്. ആ ഒരു പശു വഴിയാണ് ഞാൻ ഇത് ഇത്രയും ഉണ്ടാക്കിയത്. ഒരു പശുവിനെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് കിട്ടി. അതിൽ നിന്നാണ് ഇത് ഇത്രയും ഉണ്ടാക്കിയത്. അതെന്റെ കൂടെ അതൊരു സുഹൃത്താണ് എനിക്കുള്ളത്. കൂടെ എന്നെ ഒരുപാട് സഹായിച്ചു. അത് സാധാരണ പശു ആയിരുന്നു? സാധാ പശുവായിരുന്നു, സാധാ ഒരു പശു. ആ പശു ഇപ്പൊ ഇല്ല എൻ്റെ കയ്യില്. അത് ഞാൻ കൊടുക്കേണ്ടി വന്നത് സുഖമില്ലാതായപ്പോ അതിനെ ഒഴിവാക്കി. അന്ന് ഇവിടെ നിർത്താൻ പറ്റാത്തൊരു സാഹചര്യം വന്നായിരുന്നു. ഇവിടെ നിന്ന് പോകേണ്ട ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പോയി. വീട്ടുകാർക്ക് ഇഷ്ടമല്ല കേട്ടോ പശു. ഒക്കെ നമ്മളെ ഒറ്റ ഇത് തന്നെയാണ്, ഞാൻ തന്നെയാണ്. എന്റെ ഈ മോൻ അവനിഷ്ടമാണ്, ചെറുതിന് ഇഷ്ടമാണ്. ഇവിടെ ഒരു മോനുണ്ട്. അപ്പൊ അവന് പശുക്കളെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യൂലേ? ഹെൽപ്പ് ചെയ്യും, പാല് കറക്കാൻ എന്നൊക്കെ സഹകരിക്കും. അവന് താല്പര്യമുള്ളൊരു വർക്കാ. നമ്മൾ പോയാലും ചിലപ്പോ അവനക്ക് വലുതാവുമ്പോ ഇതായിരിക്കും ഒരു ഫീൽഡ്. പറയാൻ പറ്റില്ലല്ലോ. അതെ, നല്ല കുറെ ആളുകൾ പുറത്തുനിന്ന് അതേമാതിരി നമുക്ക് വന്നിട്ട് ഇതൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്, ഫാമൊക്കെ ആയിട്ട്. തീർച്ചയായിട്ടും. ശരിക്കും ഞാൻ ഇവിടുന്ന് പോകുമ്പോഴേ എനിക്ക് ഇവിടുന്ന് പശുക്കളെ ഇറക്കേണ്ടി വന്നു. ഇവിടെ നിർത്താൻ പറ്റാത്തൊരവസ്ഥ വന്നായിരുന്നു എനിക്ക്. വന്നപ്പോ എൻ്റെ ഒരു സുഹൃത്ത്, അവന് 60 വർഷത്തോളം തന്നെയാണ് ജോലി. കുഞ്ഞാന നിനക്കറിയാവോ? പിന്നെ പാണ്ടിക്കാട്. പേര് ജംസീർ എന്നാണ് അവനെ വിളിക്കണത്. പക്ഷെ അവന്റെ ഒറിജിനൽ പേര് ജംസീർ. അവനെ അറിയപ്പെടുന്നത് കുഞ്ഞാനെന്നാണ്. കുഞ്ഞാനാണ് എന്നെ ഈ നിലയിൽ എത്തിച്ചത്. ഏക വ്യക്തി അവനാണ്. അത് നമ്മൾ മറക്കൂല. ഓന്റെ അടുത്തുള്ള കന്ന് തന്നെയാണ് നിങ്ങൾക്ക് മാറി കിട്ടിയത്. ഒരുപാട് എനിക്ക് അവൻ കൊണ്ട് നല്ല പാലുള്ള പശുക്കളൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. നീ കൊണ്ടുപോയി നോക്ക്, പൈസയൊന്നും അപ്പോഴൊന്നും വാങ്ങില്ല. അവൻ നമ്മള് രക്ഷപ്പെട്ടു എന്ന് അറിയുമ്പോ അവൻ പറയും, എന്നാ എനിക്ക് ഇത്ര രൂപയാണ് നിനക്ക് തരാം. അത് ഒത്തു കൊടുക്കത്തുമില്ല, കുറേശ്ശെ ഞാൻ കൊടുക്കും. അത് നല്ലൊരു സഹായം തന്നെയാണ് എനിക്ക് ചെയ്തു തന്നത്. ഒന്നുമില്ലാത്തോടന്ന് കാരണം അവനാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പശു ഇവിടെ മാറി വന്നു എന്ന് പറഞ്ഞു. വാങ്ങിത്തന്നത് അവനാണ്. അവൻ വാങ്ങിച്ചു തന്നു. അതുവഴിയാണ് ഞാൻ ഇതെല്ലാം ഉണ്ടാക്കിയത്. ഇപ്പൊ എത്ര 10 എണ്ണം ഉണ്ട്. 5 വലിയ പശുക്കളുണ്ട്. പിന്നെ ഒരു വെച്ചൂരി പശു ഉണ്ട്. പിന്നെ അതിന്റെ കുട്ടികള്. പിന്നെ ആടുണ്ടല്ലേ? ആടും ഉണ്ട്. ആട് 4 എണ്ണം ഉണ്ട്. നമ്മള് വന്ന വഴി മറക്കാൻ പാടില്ല. മറന്ന പടച്ചോനും. വൈകിട്ട് വന്ന് ജസ്റ്റ് ഒന്ന് നനയ്ക്കും. രാവിലെ വൈകുന്നേരം രാവിലെ 4:30 മണിക്ക് നിൽക്കും. 4:30ക്ക് എണിക്കും. എണിറ്റ് കഴുകും. പശുക്കളൊക്കെ കഴുകിയതിന് ശേഷം കറക്കായിരിക്കും. കറന്നു കഴിഞ്ഞാൽ പിന്നെ നേരെ വെള്ളം കൊടുത്ത് കഴിഞ്ഞ് ഉടനെ തന്നെ പുല്ലിന് പോകും. കഴുകിയിട്ട് നേരെ കറന്നിട്ട് നേരെ പുല്ലരിയാൻ പോകും. പുല്ല് വരിഞ്ഞിട്ട് വന്ന് ഒരു 6:45, 6:50 ആവുമ്പോ ഇവിടെ നിന്ന് ഇറങ്ങും. 8-10 വരെ പുല്ലരിയും. പുല്ലരിഞ്ഞ് വന്നതിന് ശേഷമാണ് പാൽ അളക്കണത്. എന്നിട്ട് ഇവരെ കൊണ്ടുവന്ന് കെട്ടും. ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ മാക്സിമം
ഇവിടെ അടുത്ത് തന്നെ സ്ഥലമുണ്ട് അല്ലേ? അത് കഴിഞ്ഞിട്ട് നേരെ വന്ന് പുല്ലും പിന്നെ പാല് അളന്ന് പാലും കൊടുത്ത് ഇവർക്ക് തിന്നാനും കൊടുത്തിട്ട് പോകും. 4 എണ്ണത്തിനെ ഇവിടെ തന്നെ നിർത്തിയിരിക്കും, കൊണ്ടുപോകില്ല. 4 എണ്ണത്തിന് ഇവിടെ വെച്ചിട്ട് തന്നെ വീട്ടിൽ തന്നെയാണ്. 3 എണ്ണത്തിനെ ഞാൻ കൊണ്ടുപോകുള്ളൂ. അവർക്കുള്ള പുല്ല് രാവിലെ ഇവിടെ നിൽക്കുന്നതിനുള്ള പുല്ല് അരിഞ്ഞു കൊടുക്കും. പിന്നെ പാലൊക്കെ അടുത്ത് പാല് ഞാൻ സൊസൈറ്റിയിലല്ല പോകുന്നത്, ഞാൻ വീട്ടിലാണ്. ഇവിടെ അടുത്ത് കൂടെ വീടുകളാണ് എനിക്ക്. ഒക്കെ ഇവിടുന്ന് പാലും കൊണ്ട് പോകും 10:30 മണിയാവും. രാവിലെ അളന്നിട്ട് അളന്ന് കുപ്പികളിലാക്കി 10:30ക്കാണ് ഞാൻ പോകുന്നത്. 11:45 12 മണി കഴിയും പാല് കൊടുത്തു കഴിയുമ്പോ. പാല് കറന്നിട്ട് അളന്ന് ഐസ് വെള്ളത്തിലിടും. വൃത്തിയില് ആൾക്കാർക്ക് ആരും കുറ്റം പറഞ്ഞിട്ടില്ല ഇതുവരെക്കും. ഈ താമസക്കാരും കറക്റ്റ് പാല് നല്ല അഭിപ്രായമാണ്. അത് വെച്ച് നമുക്ക് 2 ഗ്ലാസ് പാല് കൊടുക്കുന്നവരും ഒരു മാസം 500 രൂപ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. നെയ്യെടുത്തിട്ടേ. അതുകൊണ്ട് എല്ലാവർക്കും എന്നോട് ഇഷ്ടമാണ്. നല്ല പാല് കട്ടില്ല നെയ്യില്ല പാല്. അതിലൊരു മായവും ഞാൻ ചേർക്കില്ല. അതെ. ചേർക്കാതെ നല്ല ക്വാളിറ്റിയിൽ കൊടുക്കും. ക്വാളിറ്റി തന്നെയാണ്, നല്ല രീതിയിൽ തന്നെ ഞാൻ ചെയ്യുള്ളൂ. നിങ്ങള് സൊസൈറ്റിയിൽ എന്താണ്? സൊസൈറ്റിയിൽ ഞാൻ പോകാറില്ല. എനിക്ക് ഡെയിലി ഇവിടെ ഒരു 22 ലിറ്റർ പാല് വേണം. അപ്പൊ ആളുകൾക്ക് തന്നെ അത് ഓർഡർ ഉണ്ട്. ഈ പശുക്കളിൽ നിന്ന് ഞാൻ അത്ര പാലേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. തീറ്റ ഒരുപാടൊന്നും കൊടുക്കില്ല, കുറഞ്ഞ തീറ്റ കൊടുക്കും. ഒരു 9-10 രൂപ ഒരു മാസം എനിക്ക് വരുന്നുണ്ട്. എന്നാലും എനിക്ക് ലാഭം തന്നെയാണ്. അതെ, കുഴപ്പമൊന്നുമില്ല. കുറെ ആളുകള് ഈ ഒരു ഫീൽഡിലേക്ക് വരാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും. പശു ഒരിക്കലും ഒരു നഷ്ടമല്ല കേട്ടോ, ഒരിക്കലും ഒരു നഷ്ടമല്ല. പക്ഷെ നമുക്ക് ജോലിയുണ്ട്. അതിരാവിലെ നീക്കണം, എഴുന്നേക്കണം. വേറൊരു സ്ഥലങ്ങളിലൊന്നും നമുക്ക് പോകാനൊന്നും കഴിയില്ല. 2 നേരം കറവയും. വൈകുന്നേരം 4:30 ആകുമ്പോ കറവ തുടങ്ങും. പിന്നെ വെള്ളം കൊടുത്ത് അതിൻ്റെ ഇത് കഴിയുമ്പോൾ 5 മണിയാവും. പിന്നെ വൈകുന്നേരം 6:30 മണിയാവും ഞാൻ ഇവിടെ ഇറങ്ങും പാലൊന്നും ഉണ്ട്. പാലിന്റെ വൈകിട്ടും കൊടുക്കാണ്ട്. വൈകിട്ടും ഉണ്ടേ. പിന്നെ തൈര് കൊടുക്കുന്നുണ്ട്. ആൾക്കാർ ഓർഡർ ചെയ്യും, എനിക്ക് ഇത്ര കുപ്പി തൈര് വേണമെന്ന് പറയുമ്പോൾ ഞാൻ കൊണ്ടുവന്ന് കൊടുക്കും. അത് കഴിയുമ്പോൾ വീണ്ടും പറയും. അങ്ങനെയാണ് ഇത്. പിന്നെ